ചുരുക്കുകയാണ് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കും. നമുക്ക് സുപരിചിതമായൊരു ദൈവവചന ഭാഗമാണ്. അവൻ അപേക്ഷിച്ചത് അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി കർത്താവിനെ വാഴ്ത്തുന്ന വളരെ സുപരിചിതമായ ദൈവവചന ഭാഗമാണ്. യൂത്തിൻ്റെ മീറ്റിംഗ് ഉണ്ട്. കർത്താവിൻ്റെ ദാസന് ഒരു സമയം തന്നിട്ടുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ ഞാനിരിക്കും. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ച പോലെ 34 വർഷം സഭയുടെ ശുശ്രൂഷയിൽ ഇരുന്നത് കൊണ്ട് അതിൻ്റെ കാര്യകാര്യ ഗൗരവം എനിക്കറിയാം. അതുകൊണ്ട് സമയകൃത്യത പാലിക്കുന്നതിൽ എനിക്ക് വളരെ നിർബന്ധമുള്ളതാണ്. എബേസ് തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ച ഒരു അപേക്ഷയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അവനൊരു വ്യസനപുത്രനായിരുന്നു. വേദഗ്രന്ഥന്മാർ പറയുന്ന വൈകല്യത്തോടെ ജനിക്കുകയോ മാസം തികയുന്നതിന് മുമ്പ് പ്രസവിക്കുകയോ ചെയ്യപ്പെട്ട ഒരു വൈകല്യമുണ്ട ഒരാളായിരുന്നു എബേസ്. എങ്കിലും തൻ്റെ വൈകല്യത്തിൻ്റെ അവസ്ഥയിലും പൂർണ്ണമായി താൻ ദൈവത്തിൽ ആശ്രയിച്ചു. അതുകൊണ്ട് ദൈവനെ മാന്യനാക്കി, സഹോദരന്മാരെക്കാളെല്ലാം ദൈവനെ മാന്യനാക്കാനായിട്ട് ഇടയായി തീർന്നു. ദൈവാശ്രയം എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. പൂർണ്ണമായി നാം ദൈവത്തിൽ ആശ്രയിച്ച് ചാരി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ നടത്താൻ ദൈവം ശക്തനാകിയാൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. അദ്ദേഹം ദൈവത്തോട് അപേക്ഷിച്ച കാര്യം, നിശ്ചയമായിട്ട് നീ എന്നെ അനുഗ്രഹിക്കണം. നമ്മൾ ഈ അനുഗ്രഹം എന്ന് ഓർക്കപ്പെടുമ്പം വലിയ വീട്, വലിയ കാറ്, അങ്ങനെ ഭൗതികപരമായ ഉയർച്ചകളാണ് പലപ്പോഴും ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്താറുള്ളത്. അതും ആവശ്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം എബേസ്യ ലേഖനം എടുത്ത് വായിക്കേണ്ട 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലെ സകലവിധമായ ആത്മീയമായ അനുഗ്രഹം പുതിയ നിയമത്തിൽ നമ്മൾ ഏറ്റവും പിൻപറ്റേണ്ടതും ആഗ്രഹിക്കേണ്ടതും ആത്മീയമായ അനുഗ്രഹമാണ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ സ്തോത്രവും ഹല്ലേലൂയയും എല്ലാം പോയി നമ്മളൊരു നിശബ്ദതയുടെ അവസ്ഥയിൽ. കാരണം ഈ ഭൗതികത്തെ ആത്മീയ വിഷയത്തെക്കാൾ കൂടുതലും ഭൗതിക വിഷയങ്ങൾ കേൾക്കുന്നതാണ് നമുക്ക് താല്പര്യം. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന 1-ാമത്തെ അനുഗ്രഹം ആത്മീയ അനുഗ്രഹമാണ്. അതിനുള്ള ബന്ധത്തിൽ നമുക്ക് ഭൗതികമില്ലെന്നല്ല ദൈവവചനം പറയുന്നുണ്ട്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവനായ ദൈവം അതോടുകൂടെ നമുക്ക് സകലവും നൽകി തരാതിരിക്കുമോ? നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആവശ്യമുള്ള സമയത്ത് നൽകി തരുന്ന വിശ്വസ്തനായ ദൈവത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. നിനക്കൊന്നും കുറഞ്ഞു പോകാൻ ദൈവം അനുവദിക്കും ദൈവമല്ല. ദൈവത്തിനെല്ലാം ഒരു സമയമുണ്ട്. ആ സമയത്ത് അത് നല്ലവണ്ണം ചെയ്യുന്ന ദൈവത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആ സമയത്തിനായിട്ട് അത് തക്ക സമയമാണ്. ആ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ബലമുള്ള കരങ്ങളിൽ നമ്മൾ താണിരുന്നാൽ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചില്ല. അപ്പോൾ എബേസ് തൻ്റെ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, നിശ്ചയമായിട്ട് നീ എന്നെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. അപ്പോൾ ആ ഒരു വലിയ അഭിവാഞ്ച എബേസിൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം സഭായുഗത്തിന് വരുമ്പോഴും ദൈവസന്നിധിയിലിരിക്കുമ്പോഴും പ്രാർത്ഥിക്കപ്പെടുമ്പോഴും ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ ഒരു അനുഗ്രഹത്തെക്കുറിച്ചുള്ള ഒരു വലിയ അഭിവാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. എന്നാൽ നമ്മുടെ ഈ കാലഘട്ടത്തിലെയൊക്കെ ആത്മീയ വിഷയവും പെന്തക്കോസ്തിൻ്റെ രീതിയും എന്നൊക്കെ പറഞ്ഞാൽ സ്തോത്രം പറഞ്ഞാൽ പറയും, അല്ലെങ്കിൽ ആരാധിക്കാൻ അതിൻ്റെതായ ഫോഴ്സ് ചെലുത്തിയാൽ മാത്രമേ ആരാധന വെളിപ്പെടുത്തുകയുള്ളൂ. എന്നാൽ ദൈവത്തിലെ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത് അവരവരുടെ ഒരു വ്യക്തിപരമായ ആവശ്യബോധമായിട്ട് ആഗ്രഹമായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. നമ്മൾ യാക്കോബിൻ്റെ ചരിത്രം നമ്മൾ ചിന്തിച്ചാൽ യാക്കോബ് അനുഗ്രഹിക്കപ്പെടണമെന്നുള്ള ഒരു വലിയ അഭിവാഞ്ചയ ഈ യാക്കോബിലുണ്ടായിരുന്നു. നമുക്കറിയാം, ജ്യേഷ്ഠൻ ഏശാവായിരുന്നു. ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് പഴയ നിയമകാലത്ത് ഉന്നതമായൊരു വിഷയമായിരുന്നു.
എന്നാൽ എബ്രായ ലേഖനത്തിൽ ഇത് പറയുന്നുണ്ട്, അവന് അവകാശത്തെ എന്ത് ചെയ്തു? അലക്ഷ്യമാക്കി കളഞ്ഞു. തൻ്റെ അവകാശത്തെ, ആ ജ്യേഷ്ഠാവകാശത്തെ നിസ്സാരമായിട്ട് കണ്ടു. എന്നാൽ അതിനെ ഒരു വലിയ പദവിയായിട്ട് ഏറ്റെടുത്ത് കബളിക്കുന്ന അവസ്ഥയിലൂടാണെങ്കിലും എങ്ങനെങ്കിലും എനിക്ക് അനുഗ്രഹിക്കപ്പെടണം എന്നൊരാഗ്രഹം യാക്കോബിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഉണക്കവടിയുമായി യോർദാൻ കടന്ന് അക്കരെ കിടന്നവന് പ്രതീക്ഷിക്കാത്ത മണ്ഡലങ്ങളും ഉയർച്ചകളും ഉന്നതികളും ഒക്കെ കിട്ടി. യാക്കോബിൻ്റെ സാക്ഷ്യം തന്നെ പറയുന്നുണ്ട്, ഞാനൊരു ഉണക്കവടിയുമായി യോർദാൻ കടന്നതാണ്, എന്നാൽ രണ്ട് കൂട്ടമായി വിഭാഗിക്കത്തക്ക നിലയിൽ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഈ ഭൗതികത്തിൻ്റെ നിലവാരങ്ങൾ ഉയർന്നെങ്കിലും യാക്കോബ് യാബോക്കിൻ്റെ കടവിങ്കൽ വെച്ച് പിന്നെയും പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നമുക്ക് യാക്കോബ് ചോദിക്കാം, യാക്കോബേ അത് അധികപ്പറ്റല്ലേ? അർഹതയില്ലാത്ത ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും വാരിക്കോരി 10 പ്രാവശ്യം നിന്റെ നന്മ അമ്മായിയപ്പൻ തടഞ്ഞപ്പോഴും, അല്ലലിയ സഹോദരന്മാരുടെ മുഖഭാവം നിനക്കെതിരെ മാറിയപ്പോഴും നിനക്കൊരു നന്മയ്ക്ക് മുടക്കം വരുത്താതെ നിന്നെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ പിന്നെ നീ എന്തിനാണ് പറയുന്നത്? യാക്കോബ് പറയും, ഈ ലാബാന്റെ ഭവനത്തിൽ നിന്ന് നേടിയതൊന്നും എനിക്ക് ഏശാവിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഒക്കത്തില്ല. എൻ്റെ പ്രതിയോഗിയായ ഏശാവിനെ, അതിൻ്റെ വൈഷമ്യങ്ങളെ ജയിക്കണമെങ്കിൽ എനിക്ക് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. അതുകൊണ്ട് യാബോക്ക് കടവിങ്കൽ സകലതും അക്കരെ കടത്തതിന് ശേഷം അവൻ മുട്ടിപ്പോയി ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ആ ഒരാഗ്രഹം ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആരെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെടുമ്പോൾ ഒരു അഭിവാഞ്ചയല്ല ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ നകത്തൊരു അന്തർദാഹം ഉണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്നവനാണ് ദൈവം. അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചേച്ച് അനുഗ്രഹത്തിൻ്റെ ഒരു തടസ്സം വരുന്ന ഉടനെ ഇനിയും പ്രാർത്ഥിക്കുന്നില്ലെന്നൊരു തീരുമാനമല്ല ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ടത്. അവൻ കൃപ ചെയ്യുവോളം ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങൾ എൻ്റെ കർത്താവിൽ നിന്ന് പ്രാപിക്കും. ആ ഒരു അഭിവാഞ്ച ദൈവമക്കൾക്കുണ്ടെങ്കിൽ പകരാൻ ദൈവം ശക്തനാം ദൈവമാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള ഭൗതിക വിഷയങ്ങളെക്കാൾ ഉപരി അതാണ് പത്രോസ് ശ്ലീഹ പറയുന്നുണ്ട്, ക്ഷയമില്ലാത്ത വാട്ടമില്ലാത്ത അവകാശത്തിനായിട്ട് അവൻ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. മക്കളെ യഹോവ തരുന്ന അവകാശമാണ്. ഈ ലോക അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, എനിക്ക് നല്ലൊരു ഇതൊക്കെ അവകാശമാണ്. എന്നാൽ പത്രോസ് ദൈവാത്മാവിൽ പറയുകയാണ്, ഈ ക്ഷയമില്ലാത്ത ഒരവകാശത്തിനായി, വാട്ടമില്ലാത്ത മാലിന്യമില്ലാത്ത ഒരവകാശത്തിനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഭൗതിക വിഷയത്തെക്കാൾ ഉപരി ആത്മീക വിഷയങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് മുൻപോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എഫേസ്യർ പറയുന്നു, നിശ്ചയമായിട്ട് നീ എന്നെ എന്ത് ചെയ്യണം? അടുത്ത ഭാഗം എന്താണ്? നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ അതിരുകളെ നീ എന്ത് ചെയ്യണം? വിശാലമാക്കണം. നമ്മൾ ദൈവവചനം പഠിച്ചാൽ 3 വിധത്തിലുള്ള വിഷയമുണ്ട്. ഒന്ന്, നാം തന്നെ നമുക്ക് വെക്കുന്നതിര്. രണ്ടാമത്, പിശാച് നമുക്കിടുന്നതിര്. മൂന്നാമത്തെ വിഷയം, ദൈവം വെക്കുന്നതിര്. അതാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ടത്. നമ്മൾ തന്നെ നമുക്ക് ചില അതിരുകൾ വെക്കും. അതാണ് അബ്രഹാം ഒരിക്കൽ ദൈവത്തോട് തന്നെ പറഞ്ഞു, ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി. അവന് ഒരു വാഗ്ദത്തം ദൈവം കൊടുത്തിരുന്നു, സാറയിൽ നിന്ന് ജനിക്കുന്ന സന്തതി തന്നെ നിനക്ക് അവകാശിയാകും. പക്ഷെങ്കിൽ താമസം അനുഗ്രഹത്തിന് വന്നപ്പോൾ അബ്രഹാം ദൈവസന്നിധിയിൽ ഒരു വ്യവസ്ഥ വെക്കുകയാണ്, ഇസ്മായേൽ നിന്റെ സന്നിധിയിൽ ജീവിച്ചിരുന്നാൽ മതി. അത് അബ്രഹാം തൻ്റെ ജീവിതത്തിൽ വെച്ചൊരു അതിരാണ്. അടുത്തത്, പൈശാചിക ശക്തികൾ നമുക്ക് ചില അതിരുകൾ വെക്കും. നമ്മുടെ ഉയർച്ചയ്ക്കെതിരെ, ഉന്നതികൾക്കെതിരെ, വിടുതലുകൾക്കെതിരെ ശത്രു ചില അതിര് വെക്കും. നമുക്കറിയാം, തെസ്സലോനിക്കയിലേക്ക് പോകാൻ പൗലോസ് 2 വട്ടം ആഗ്രഹിച്ചു. സാത്താൻ തടുത്തു എന്ന് താൻ തന്നെ പറയുന്നുണ്ട്. ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ ആരംഭം തന്നെ കൽപ്പന പുറപ്പെട്ടെങ്കിലും പാർസി പ്രഭു തടഞ്ഞുവെന്ന് കാണുന്നുണ്ട്. ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാമതിനെ മുടിച്ചു കളക എന്ന് ശത്രു പറഞ്ഞ വിഷയങ്ങളൊക്കെ നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ രണ്ടാമതായി, പൈശാചിക മണ്ഡലങ്ങൾ എനിക്കും നിനക്കും അതിരുകൾ വെച്ച് നാം ഇത്രയും ഉയർന്നാൽ മതി, വളർന്നാൽ മതി എന്ന് പറഞ്ഞ് എനിക്കും നിനക്കുമെതിരെ അതിരുകൾ വെക്കപ്പെടുമ്പോൾ അതല്ല ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ടത്. നമുക്ക് അതിര് വെച്ചിരിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. നമുക്കറിയാം, യോശുവയുടെ പുസ്തകം നമ്മൾ വായിക്കപ്പെടുമ്പോൾ
യോർദാന്റെ കിഴക്കേ ഭാഗം തൊട്ട് പടിഞ്ഞാറേ ഭാഗം വരെ അങ്ങനെ ഓരോരുത്തർക്കും ഗോത്രത്തലവന്മാർക്ക് പ്രിയപ്പെട്ടവർക്ക് അതിര് വെച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം നമ്മുടെ ജീവിതത്തിൽ അതിര് വെക്കുകയല്ല. ഏലിയാവ് പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരെക്കാട്ടി ഞാൻ നല്ലവനല്ല, എനിക്കിപ്പോൾ മരിക്കണം. അവൻ്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നപ്പോൾ ഏലിയാവ് അവന് ജീവിതത്തിൽ അതിര് വെക്കി, എനിക്കിവിടെ വെച്ച് മതി. എന്നാൽ ദൈവത്തിന് അവനെക്കുറിച്ച് ചില പദ്ധതികൾ വീണ്ടും ഉണ്ടായിരുന്നു. ആകയാൽ ദൈവവേദന ഈ ദിവസങ്ങളിൽ നാം തന്നെ വിഷയങ്ങളുടെ നടുവിൽ ഒതുങ്ങിപ്പോവാനല്ല, ആ അതിരിങ്കൽ നമ്മൾ നിൽക്കാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനേക്കാളുപരി പൈശാചിക മണ്ഡലങ്ങൾ നമ്മുടെ വളർച്ചയ്ക്കെതിരായി, അനുഭവങ്ങൾക്കെതിരായി അതിരുവെളുക്കപ്പെടുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. ദൈവവചനത്തിൽ വ്യക്തമായി പറയുന്നു. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, ഈ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാനത്രേ മനുഷ്യപുത്രൻ കടന്നു വന്നത്. അതുകൊണ്ട് ശത്രു നമ്മളെ ഒതുക്കിക്കെട്ടുവാൻ, ചില വരവരച്ച് അതിനകത്ത് ഒതുക്കി തീർക്കാൻ ശത്രു ശ്രമിക്കപ്പെടുമ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവിക ശക്തിയാൽ ചില പൈശാചിക അതിരുകൾ മാറി നിന്റെ ഭാവിക്കെതിരായിട്ട്, നമ്മുടെ ശുശ്രൂഷകൾക്കെതിരായിട്ട്, നമ്മുടെ വളർച്ചകൾക്കെതിരായി ശത്രു വെക്കുന്ന ചില അതിരുകളെ ഈ ദിവസങ്ങളിൽ തരണം ചെയ്ത് മുൻപോട്ട് പോകാൻ ഒരാത്മക്കരുത്ത് ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പൈശാചികൻ ഒരുക്ക ചില അതിരുകളെ കണ്ട് നീ ഭാരപ്പെടണ്ട. നിനക്ക് അതിര് നിർണയിക്കുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട്. നിന്റെ ഭാവി നിശ്ചയിച്ചിരിക്കുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട്. നീ എവിടെ വരെ ഉയരണമെന്ന്, നീ എവിടെ വരെ വരളണമെന്ന്, നീ എവിടെ വരെ നന്നാകണമെന്ന് അതിന് അതിര് വച്ചിരിക്കുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട്. എന്നാൽ പലതിനെയും ശത്രുവാകുന്നവൻ അതിരുകൾ വെച്ച്, വരമ്പുകൾ വെച്ച് ആ വൃത്തത്തിനകത്താക്കി തീർക്കാൻ ശത്രു ശ്രമിക്കപ്പെടുമ്പോൾ അതിനെ ഭേദിക്കുന്ന ദൈവശക്തി ഇന്ന് പകൽ നമ്മുടെ മേൽ വ്യാപരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവമക്കളെ, ആ ശക്തി നമ്മളിൽ വ്യാപരിക്കണമെങ്കിൽ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ. ആകയാൽ പ്രൈസ് ദി ലോർഡ്, നിന്റെ അതിരുകളെ നീ വിശാലമാക്കുകയും, അടുത്ത ഭാഗം വായിച്ചോട്ടെ, നിന്റെ കയ്യ് എന്നോട് കൂടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 11-ാം അധ്യായം, ദൈവത്തിൻ്റെ കയ്യുള്ള ബന്ധത്തിൽ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 11-ാം അധ്യായം 21-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഇടയായതിൻ്റെ മൂലമായ കാരണം കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്നുള്ള പേരുണ്ടായെന്നൊക്കെ നമ്മൾ താഴെ കാണുന്നുണ്ട്. സ്തേഫാനോസ് നിമിത്തമുണ്ട്. മേളത്തെ ഭാഗം ഞാൻ സമയക്കുറവുണ്ടെടുത്ത് വായിപ്പിക്കുന്നില്ല. ഉപദ്രവം ഹേതുവായി ജനമെല്ലാം ചെതറിപ്പോയി. എന്നാൽ ചെതറിപ്പോയവർ പോയ സ്ഥാനങ്ങളിലെല്ലാം യേശുവിനെ പറ്റിയുള്ള സുവിശേഷം പ്രസംഗിച്ചു. അവർ പ്രസംഗിച്ചതോ അവർ പറഞ്ഞതോ അല്ല കാര്യം. അവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിയാനിടയായി. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, ഉന്നതന്മാരുടെ കൈയല്ല നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടത്, മറ്റുള്ള പ്രിയപ്പെട്ടവരുടെ കൈ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നല്ല ദൈവമക്കൾ ആഗ്രഹിക്കേണ്ടത്. കർത്താവിൻ്റെ കൈ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ചില അസാധ്യങ്ങളെ സാധ്യമാക്കാൻ ദൈവം ശക്തനാം ദൈവമാണ്. കാരണം ദൈവത്തിൻ്റെ കൈക്ക് മാത്രം കഴിയുന്നൊരു കാര്യമുണ്ട്. അതാണ് യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു, യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ ബലമുള്ള കരം കീഴിൽ താണിരിക്കുവാൻ നമുക്ക് ദൈവം ലഭിക്കാം. ദൈവത്തിൻ്റെ കയ്യെക്കുറിച്ച് ഏലിയാവിൻ്റെ മേലെ യഹോവയുടെ കരം വന്നെന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നല്ലോ. ആഹാബിൻ്റെ രഥത്തിൻ്റെ മുന്നമേ ഓടാൻ അവനെ ബലപ്പെടുത്തിയത് ഈ കരമാണ്. ഇന്ന് പകൽക്കാലം വിവിധ വിഷയങ്ങളിൽ ക്ഷീണിച്ച് തളർന്ന് അല്ലെ ലോകം നിന്നെ പിന്നിലാക്കാൻ നോക്കുമ്പോൾ ഈ ലോകത്തെ ജയിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ ആ ദൈവത്തിൻ്റെ കൈയുടെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതിനായിട്ട് നമുക്ക് ഏൽപ്പിക്കാം. അല്ല, നിന്റെ കൈ എന്നോട് കൂടിയിരിക്കുക മാത്രമല്ല, ചില അനർത്ഥങ്ങൾ വ്യസന കാരണമാകാതെ നീ എന്നെ കാക്കണം. ദൈവമക്കളെ, ഞാനും ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഇത് യാതൊരു പ്രതികൂലവുമില്ല, വെല്ലുവിളികളില്ല എന്നൊക്കെ ഞാൻ കരുതിയ ഒരു കാലമുണ്ടായിരുന്നു.
എന്നാൽ തിരുവെഴുത്ത് പറയുന്നു നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ച ദൈവമക്കൾ ഇസ്രായേൽ പെസകയും ചോരത്തിളയും ആചരിച്ച് മുൻപോട്ട് പോയെങ്കിലും അവരുടെ മുൻപിൽ മറഞ്ഞു കിടന്ന പല മാറാകളും ഉണ്ടായിരുന്നു. പ്രേക്ഷ ദൈവമക്കളെ, ജോസഫ് ഉന്നതമായ ചില ദർശനങ്ങൾ ദൈവന് നൽകി. സഹോദരന്മാർ അല്പൻ ഉൾപ്പെടെ അവനെ വന്ന് വണങ്ങുന്നു, നമസ്കരിക്കുന്നു. പക്ഷേ നീണ്ട 13 വർഷക്കാലം അവൻ്റെ ജീവിതത്തിൽ മറഞ്ഞു കിടന്ന കഷ്ടതയുടെ വെല്ലുവിളികളുടെ ആ ഇരുളടഞ്ഞ കാലഘട്ടം ദൈവന് വെളിപ്പെടുത്തി കൊടുത്തില്ല. എന്നാൽ കഷ്ടതയുടെ കാലഘട്ടം അവൻ്റെ ജീവിതത്തിൽ മറഞ്ഞു കിടപ്പുണ്ടായിരുന്നെങ്കിലും സ്തേഫാനോസ് പ്രസംഗിക്കപ്പെടുമ്പോൾ ആ ഭാഗം എടുത്തു പറയുന്നുണ്ട്. ഗോത്രപിതാക്കന്മാർ ജോസഫിനോട് അസൂയപ്പെട്ടു, മിസ്രൈമിലേക്ക് അവനെ വിറ്റുകളഞ്ഞെങ്കിലും യഹോവ അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും ദൈവനെ വിടുവിക്കാനിടയായി. നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന കഷ്ടങ്ങളും വെല്ലുവിളികളും ഉണ്ടെങ്കിലും ആ സ്ഥാനങ്ങൾ നിന്നെ അവിടെ കൊണ്ട് തീർക്കാതെ ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്ന കർത്താവിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഗോത്രപിതാക്കന്മാർ അവനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. പ്രതികൂലങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടായി. എന്നാൽ അവിടെ കൊണ്ട് തീരാൻ ദൈവം അനുവദിച്ചില്ല. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ദർശനത്തിന് വിപരീതമായ പ്രതികൂലങ്ങളോ കഷ്ടങ്ങളോ ജീവിതത്തിൽ വന്നാലും അവിടെ നാം ഉടഞ്ഞു പോകാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്ത് പാതയൊരുക്കി നമ്മളെ നടത്താൻ കഴിയുന്ന അവിശ്വസ്തനായ ദൈവത്തിനായി താൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എബേസു പറയുന്നു, അനർത്ഥം എനിക്ക് വ്യസന കാരണമാകാതിരിക്കണം. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം കഷ്ടതകളും വെല്ലുവിളികളും പ്രതികൂലങ്ങളും ഇല്ല എന്നാരും കരുതരുത്. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നാം വിഷണ്ണരാകും. നമ്മുടെ ക്രിസ്തീയ ജീവിതം പരാജയപ്പെടും. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്ന കഷ്ടങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അല്ലലിയ കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാകെന്ന് പറഞ്ഞ് ഉയർന്നു വരുന്ന തിലമാലകളെ അടക്കി നിന്നെ ആഗ്രഹിക്കുന്ന ശുഭതുർമുഖത്തെത്തിക്കാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഷ്ടങ്ങളിൽ നാം തളർന്നു പോകാനല്ല, പ്രതികൂലങ്ങളിൽ നാം ഉടഞ്ഞു പോകാനല്ല, കഷ്ടങ്ങളിൽ അടുത്ത തുണയായിരിക്കുന്ന ആ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഏറ്റെടുത്ത് ഈ ദിവസങ്ങളിൽ ശക്തി ആർജിച്ച് മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എന്നാൽ ഈ കാലങ്ങളിൽ കാണുന്ന ഒരു വിഷയം, കഷ്ടങ്ങളിൽ ദൈവമക്കൾ നിരാശപ്പെട്ടു പോകുന്നു. എന്നാൽ കൊരിന്ത് ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല, ഞങ്ങൾ വീണ് കിടക്കുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഷ്ടതകൾ, പ്രതികൂലങ്ങൾ, വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയിരിക്കാം എന്ന് പറഞ്ഞ, കഷ്ടതയിലെടുത്ത തുണയായിരിക്കാം എന്ന് വാക്ക് പറഞ്ഞ ആ കർത്താവിൻ്റെ സാന്നിധ്യം ഏറ്റെടുത്ത് ഈ ദിവസങ്ങളിൽ കഷ്ടങ്ങളിൽ നാം തളരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്ത് ഒരു ശുഭപ്രതീക്ഷ നമുക്ക് നൽകി നമ്മളെ എത്തേണ്ടടുത്ത് എത്തിക്കാൻ കഴിയുന്ന ആ കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് അനർത്ഥം എനിക്ക് വ്യസന കാരണമാകരുത്. അതിൻ്റെ താഴെ നമ്മൾ വായിക്കുന്നു, എബേസ് തൻ്റെ ദൈവത്തോട് അപേക്ഷിച്ചത് ദൈവൻ എന്ത് ചെയ്തു? നൽകി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന നിർത്താനല്ല, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, ചോദിക്കുന്നവന് ലഭിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മടുത്തു പോകരുത്. ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ചുടനടി മറുപടി കിട്ടിയില്ലെങ്കിൽ പ്രാർത്ഥന നിരാശപ്പെടുത്തുക. അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ പരാജയത്തിലേക്ക് പോകാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മടുത്തു പോകാതെ നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചില വിഷയങ്ങൾക്ക് വിടുതൽ വൈകിയാലും അതുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. വിഷയത്തിന് വിടുതൽ വൈകും തോറും അതിൻ്റെ മാധുര്യം വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണിക്കൊണ്ട് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ദൈവമക്കൾ ശക്തിപ്പെടണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്പകാലമേ ഉള്ളൂ എന്ന് കരുതി പിശാച് മുഴുബലത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എഫേസ്യർ 6:10 കാണുന്ന പോലെ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതമായ ബലത്തിലും ദൈവജനം ശക്തിപ്പെടണം. അത് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതിയാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. പൈശാചികമായ തന്ത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി
ദൈവജനത്തിനെതിരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ തന്ത്രങ്ങൾ ശത്രു നമുക്കെതിരെ മെനയുമ്പോൾ കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തന്ത്രങ്ങൾ മാറ്റി മാറ്റി ദൈവസഭയ്ക്കും ദൈവ കുടുംബങ്ങൾക്കും പ്രാർത്ഥിക്കണം, ആരാധിക്കണം, എങ്ങനെങ്കിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവജനത്തെ തച്ചുടച്ച് കളയുവാൻ, അവരുടെ പ്രതിഷ്ഠയിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച് കളയുവാൻ, അവരെ എത്തേണ്ടിടത്ത് എത്താതിരിക്കുവാൻ, അതിൻ്റെ സർവോപരി മുഴുബലത്തോടെ ശത്രു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടി മല്ലയന്ത്യം പ്രാപിപ്പാൻ കർത്താവ് നമ്മക്കിടയാക്കട്ടെ. ഒരു നിമിഷം ദൈവമക്കൾ കണ്ണുകളെ അടച്ചാട്ടെ. കൃത്യ ജീവിതത്തിൽ പ്രതീക്ഷയോടെ ഇറങ്ങിത്തിരിച്ച ദൈവത്തിൻ്റെ ജനമേ, ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മൾ താലടിയായി പോകാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വചനത്തിൻ്റെ അന്തസത്ത പുതുക്കി ഈ ദിവസങ്ങളിൽ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കി യെശയ്യാ പ്രവചനത്തിൽ അബ്രഹാമിനോട് അരുളിച്ചെന്ന, അബ്രഹാമേ, ഞാൻ നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കനികർത്തത്തിലേക്കും തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ദൈവകൃപ എവിടെയാണ് മങ്ങിപ്പോയത്, ദൈവശക്തി എവിടെയാണ് ചോർന്നുപോയത്, നമ്മുടെ ദർശനത്തിന് എവിടെയാണ് മങ്ങൽ പറ്റിയത്, ഈ നാളിൽ അതൊന്ന് കണ്ടുപിടിച്ച് അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവോ ജീവിപ്പിക്കുന്നതാകയാൽ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ട് ആത്മാവിൻ്റെ പുതുക്കത്തിൽ മുന്നേറുവാൻ ഒരു പുതിയ അഭിഷേകത്തിനായി നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പഴയ തുരുത്തിയിൽ കർത്താവ് പുതുവിഞ്ഞ് പകരാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതമാകുന്ന തുരുത്തിയെ ഒന്നുകൂടെ പുതുക്കിക്കൊണ്ട് കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഒരു പുതുശക്തിക്കായിട്ട് ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്ന് തിരുവഴുത്തിൽ കാണുന്ന പോലെ ഈ ദിവസങ്ങളിൽ ഒരു പുതിയ ശക്തിക്കായി നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. സ്തോത്രം. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അത് പ്രാപിപ്പാൻ തക്കവണ്ണമുള്ളതായ ആ നിശ്ചയദാർഢ്യത്തോടെ ഒടുവിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഴുതി അവസാനിപ്പിക്കുന്നത് പോലെ, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുകയാണ്. ആ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ച് വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ ക്ഷീണിച്ച് തളർന്നു പോകാതെ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ സർവകൃപാലുവായ ദൈവം നമ്മക്കിടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.